കാശില്ലാത്തത് കൊണ്ടല്ലേ. എത്ര ബുദ്ധിമുട്ടാണ് പറഞ്ഞാലും ആ വാടൻ മാസാവസാനം അല്ലാതെ 10 പൈസ തരില്ല. നമ്മുടെ കഷ്ടപ്പാടൊന്നും പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവൂല. അമ്മയമ്മേ, നമ്മുടെ കഷ്ടപ്പാടൊക്കെ എന്നാ മാറുന്നേ? അത് മോള് നന്നായി പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങിക്കഴിയുമ്പോ നമ്മുടെ കഷ്ടപ്പാടെല്ലാം കഴിയും. പിന്നെ മോളെ ആ അമ്മൂടെ മാളോടെ കൂടെ അവളോട്ട് പോകാൻ പറ്റിയ റോട്ടിലേക്ക് തിരുനാശല്യമാ. സൂക്ഷിച്ചു പോണട്ടോ. ശരി അമ്മേ. അമ്മോ അമ്മോ, നീ വരുന്നില്ലേ? ദാ വരുന്നു ഗായത്രി. അമ്മോ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? നിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അമ്മയ്ക്ക് മിഠായി വാങ്ങിച്ചു തരാൻ പറഞ്ഞതാ. അമ്മയുടെ കൈ കാശില്ലാത്തതുകൊണ്ട് മിഠായി വാങ്ങിച്ചു തന്നില്ല. ഇതിനാ നീ കഴിയുന്നത്? എന്റെ അച്ഛന്റെ കൈ നിറയെ പണമുണ്ട്. ഞാൻ എത്ര ചോദിച്ചാലും തരും. നമുക്ക് മിഠായി വാങ്ങി നമ്മളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കാം. ഒന്നില്ലെങ്കിലും നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അമ്മോ, ഒരു നാട് പറയല്ലേ കേട്ടത്? ആ നായ നമ്മുടെ അടുത്ത് കണ്ടല്ലോ ഓടി വരുന്നത്. നമുക്ക് ഓടാം. അമ്മേ, ഇതൊന്നും ചെയ്യല്ലേ. അമ്മേ, ഇതൊന്നും ചെയ്യല്ലേ. അയ്യോ ഗായത്രി, എണീക്ക് ഗായത്രി, കണ്ണ് തുറക്ക് ഗായത്രി. അയ്യോ ചായ, ഗായത്രി വന്ന് രക്ഷിക്കണേ. ഗായത്രി, ഗായത്രി. നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വീണ്ടും തിരുനാശല്യം. ഇത് സ്കൂളിൽ വിട്ടുപോയ 2 വിദ്യാർത്ഥിനികളെയാണ് തിരുനായ ഓടിച്ചിട്ട് ആക്രമിച്ചത്. അതിൽ 4ാം ക്ലാസ് പഠിക്കുന്ന ഗായത്രി എന്ന കുട്ടിക്കാണ് ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഞങ്ങളുടെ റിപ്പോർട്ടർ ശ്രീലക്ഷ്മി ഇപ്പോൾ ലൈനിലുണ്ട്. ഹലോ ശ്രീലക്ഷ്മി, കേൾക്കാമോ? കേൾക്കാം. ഞാനിപ്പോ കുട്ടിയെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഹോസ്പിറ്റലിന് മുമ്പിലാണ് നിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം. ഡോക്ടർ, കുട്ടിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? കുട്ടിയെ തക്ക സമയത്ത് ഇവിടെ എത്തിച്ചതുകൊണ്ട് അപകടം നിർത്താരണം ചെയ്യാൻ കഴിഞ്ഞു. 2-3 ദിവസത്തിനുള്ളിൽ ഭേദമാവും. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യാം. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. ഈ വിഷയം അറിഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയങ്ങളെല്ലാം തല്ലിക്കൊല്ലുകയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. കുറെ നായകൾ എടുത്തിട്ടുണ്ട്. അവരെങ്ങനെ വിഷയത്തെ നോക്കി കാണുമെന്ന് നമുക്ക് മേരത്തിനോട് ചോദിച്ചറിയാം. കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് നായ്ക്കളെ വിട്ടിട്ട് ഒരു കളിയുമില്ല. എന്റെ ദ്രോഹമാണ് നാട്ടുകാർ ഈ നായ്ക്കളോട് കാണിക്കുന്നത്. അപ്പോഴും വിട്ടിട്ട് തല്ലിക്കൊന്നില്ലേ. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. നേരത്തെ പറഞ്ഞത് കേട്ടല്ലോ. അമൂല്യ സാമൂഹിക ഇടപെടലുകൾ കാരണം ഗായത്രിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഗായത്രിയെ രക്ഷിച്ച അപ്പോൾ ഇപ്പോൾ എവിടെയാണ്? ഈ സന്തോഷത്തിന്റെ മറവിൽ ആരും അത് അന്വേഷിക്കാതെ പോയി. നമുക്ക് അമ്മയുടെ വീട്ടിലോട്ടൊന്നും കടന്നു ചെല്ലാം. പൊടിച്ച് കടന്നുറങ്ങിയാൽ പണി മാറില്ല. പണി കഞ്ഞി കുടിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരങ്ങച്ചാറുണ്ട്. വന്ന് കുടിക്കുമോളെ, കുടിക്ക്. എന്താ മോളെ നീ കാണിച്ചത്? പാത്രം താഴെ പോയില്ലേ?